അങ്ങനെ ഇപ്പോൾ തോറിനെ അറ്റാക്ക് ചെയ്ത് വയ്യാതെ ബോധം കെടുത്തി മരിക്കാറാക്കി ഇട്ടിട്ട് ആ ഡോക്ടർ ഡൂം ഇനി ഭൂമിയിൽ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് അവിടെ വീണ് കിടക്കുന്ന തോറിൻ്റെ ഹാമറായ മിയോളിനർ എടുത്ത് ഉയർത്തുവാൻ ഡൂം നോക്കിയതും ഡൂമിന് അത് സാധിക്കുന്നില്ല. ഡോക്ടർ ഡൂം തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഹാമർ എടുത്ത് ഉയർത്തുവാൻ നോക്കുന്നുണ്ടെങ്കിലും ഹാമർ ഉയർത്തുവാനോ അതൊന്ന് അനക്കുവാനോ ഡൂമിന് സാധിക്കുന്നില്ല. മാത്രമല്ല ഇതിനിടയിൽ നമ്മുടെ ബ്ലാക്ക് വിഡോ തൻ്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഷോക്ക് അടിപ്പിച്ച് തോറിനെ എഴുന്നേൽപ്പിച്ചതും അപ്പോൾ തന്നെ തോറ് തൻ്റെ കൈ ഉയർത്തി മിയോളിനർ എന്ന് പറഞ്ഞതും അന്നേരം തന്നെ മിയോളിനർ പറന്ന് തോറിൻ്റെ കൈകളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ തന്നെ തൻ്റെ ശരീരത്തിലെ മുറിവുകളും ചതവുകളും എല്ലാം പോയി പഴയതുപോലെ നല്ല ആരോഗ്യവാനായി തോർ മാറുന്നു. അങ്ങനെ തോറും ബാക്കിയുള്ളവരും ഇപ്പോൾ ഡൂമിനിട്ടും അവൻ്റെ ആളുകൾക്കിട്ടും എടുത്തിട്ട് അടി കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ തോറിൻ്റെ കയ്യിൽ നിന്നും ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നും തല്ലി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഡൂമിന് ചില കാര്യങ്ങൾ സ്വയം മനസ്സിലാകുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ സൂപ്പർ പവേഴ്സ് ഇല്ലെങ്കിൽ പോലും സാധാരണ മനുഷ്യരായി ജീവിച്ചാലും അവെഞ്ചേഴ്സിൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ ആർക്കും സാധിക്കില്ല എന്നാണ് ഡൂമിന് ഇപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് അവെഞ്ചേഴ്സ് ഭൂമിയിൽ ജനിക്കുന്നത് തടയുവാനും ഭൂമിയിലേക്കുള്ള തോറിൻ്റെ വരവ് തടയുവാനും ഡൂം തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൈം മെഷീൻ ഇരിക്കുന്ന മുറിയിലേക്ക് തോറിൻ്റെയും ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഡൂം ചെല്ലുന്നു. അങ്ങനെ ഇപ്പോൾ ഡൂം ആ ടൈം മെഷീൻ ഓണാക്കിയിട്ട് ടൈം ട്രാവൽ ചെയ്യുവാനായി പോയതും പെട്ടെന്ന് ബ്രൂസ് ബാനർ വന്ന് ആ ടൈം മെഷീൻ ഓഫാക്കി ഡൂമിനെ തടയുകയാണ്. മാത്രമല്ല അപ്പോൾ തന്നെ അവിടെ നമ്മുടെ തോറും വരുന്നു. അന്നേരം തന്നെ ഡൂം തൻ്റെ ഗാമ റേസ് അടങ്ങിയ ആർക്ക് റിപ്പളർസർ ഉപയോഗിച്ച് തോറിനെ അറ്റാക്ക് ചെയ്യുകയും ബ്രൂസ് ബാനറിനെ എടുത്ത് വലിച്ചെറിയുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് അവിടെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക വന്ന് ഡോക്ടർ ഡൂമിനെ അടിച്ചു വീഴ്ത്തിയിട്ട് താൻ അടിച്ചു വീഴ്ത്തിയത് തെറ്റുകൾ ചെയ്യുന്ന ഒരുത്തനെ തന്നെയല്ലേ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുകയാണ്. അങ്ങനെ പിന്നീട് പ്രശ്നങ്ങളെല്ലാം തീർന്ന് കുറച്ച് നേരത്തിന് ശേഷമുള്ള ചില കാര്യങ്ങളാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തോറ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ടോണി സ്റ്റാർക്കിൻ്റെയും ബ്രൂസ് ബാനറിൻ്റെയും സഹായത്താൽ ടൈം മെഷീൻ ഉപയോഗിച്ച് ടൈം ട്രാവൽ ചെയ്ത് ഡോക്ടർ ഡൂം ആദ്യമായി ഈ ടൈം മെഷീൻ ഉപയോഗിച്ച സമയം കണ്ടെത്തി ആ സമയത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് തോറ് ചെല്ലുകയാണ്. എന്നിട്ട് ഡോക്ടർ ഡൂം ടൈം ട്രാവൽ ആദ്യമായി ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർ ഡൂം കാണാതെ ആ ടൈം ട്രാവൽ മെഷീൻ ഇട്ട് ആകാശത്തിൽ നിന്നും ഇടിമിന്നൽ ഏൽപ്പിച്ച് ടൈം മെഷീൻ തോർ നശിപ്പിക്കുകയാണ്. തൻ്റെ ആദ്യ പരീക്ഷണം തന്നെ പരാജയപ്പെട്ടു പോയതുകൊണ്ട് ഇനി ഒരിക്കലും ടൈം മെഷീൻ താൻ ഉണ്ടാക്കില്ല എന്ന് ഡൂം സ്വയം പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ അത് ഒളിച്ചിരുന്ന് കേട്ട് തോറിന് സന്തോഷം വരികയാണ്. മാത്രമല്ല അവെഞ്ചേഴ്സ് ടവറിൽ ചെന്ന് തൻ്റെ കൂട്ടുകാരെ എല്ലാം കണ്ടതും തോറിന് വീണ്ടും വീണ്ടും സന്തോഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.